2025 ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത 3 മലയാള സിനിമകൾ. ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത 3 മലയാള സിനിമകൾ. ഒരുപാട് സിനിമകൾ ലാഭം കൊയ്തു. ഒരുപാട് സിനിമകൾ 8 നില പൊട്ടി, നമ്മൾ പേര് പോലും കേട്ടിട്ടില്ല. പക്ഷെ ലാഭം കൊയ്ത 3 മലയാള സിനിമകൾ. ഒന്നാം സ്ഥാനത്ത് ലോക തന്നെയാണ്. 30 കോടി മുടക്കി 300 കോടി നേടിയ മലയാളത്തിലെ ഒരു ചരിത്രമായി മാറിയ സിനിമ കല്യാണി പ്രിയർ. നായിക പ്രാധാന്യമുള്ള സിനിമ 300 കോടി എത്തുന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ള സിനിമ. ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച് വിതരണം ചെയ്ത സിനിമ. എന്തായാലും ഏറ്റവും പ്രോഫിറ്റബിൾ എന്ന് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ സിനിമ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് ലോക തന്നെയാണ്. രണ്ടാം സ്ഥാനം തുടരുമാണ്. 30-35 കോടി രൂപയോളം മുടക്കി 240 കോടിയോളം ഈ ചിത്രം നേടി എന്നുള്ളതാണ്. നല്ല പ്രോഫിറ്റ് കിട്ടി എന്നതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള രഞ്ജിത്ത് രജപുത്ര പറഞ്ഞപ്പം രണ്ടാം സ്ഥാനം എന്തായാലും തുടരുവാണ്. ഗംഭീര പെർഫോമൻസുമായിട്ട് മോഹൻലാലും അതോടൊപ്പം CI ജോർജിന്റെ ഗംഭീര പെർഫോമൻസുമായിട്ട് പ്രകാശ് വർമ്മയും നിറഞ്ഞാടിയ പടം തരുൺമൂർത്തിയായിരുന്നു സംവിധാനം ചെയ്തത്. മൂന്നാമത് ഏകദേശം 6-7 കോടി മുടക്കി 80 കോടി പ്ലസ് ഇപ്പോഴും അത്യാവശ്യം കളക്ഷനിൽ പോകുന്ന കളങ്കാവൽ. മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനം 8 മാസത്തെ ഒരു വിശ്രമത്തിന് ശേഷം മമ്മൂട്ടിയുടെ വന്നൊരു ചിത്രം. അതും നല്ല പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്. കാരണം വളരെ കുറച്ച് ബഡ്ജറ്റ്, മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് മമ്മൂട്ടിയുടെ റെമ്യൂണറേഷനകത്ത് കൂട്ടാത്ത പക്ഷം ഇതൊരു ഗംഭീര വിജയമാണ് നേടിയത്. കാരണം വളരെ ബഡ്ജറ്റ് കുറവിൽ അത്യാവശ്യം ഗംഭീരമായി ലാഭം ചെയ്ത സിനിമ. ഇതുപോലെ കുറേ ചിത്രങ്ങളുണ്ട്. പറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രേഖാചിത്രം വളരെ കുറച്ച് ബഡ്ജറ്റിൽ നല്ല ലാഭം നേടിയ ചിത്രമാണ്. എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഇട്ടേക്കുക. കുറഞ്ഞ ബഡ്ജറ്റിലും വൻ ലാഭം നേടാമെന്ന് കാണിച്ചൊരു വർഷവും 300 കോടി എത്തിയൊരു വർഷവുമാണ് 2025.